GCC രാജ്യങ്ങളിൽ അമേരിക്ക നൽകിയിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഉള്ളത്. താടടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഖത്തറിലുള്ളപ്പോൾ അതിനെ ഇറാൻ ശക്തമായി അടിച്ചു നശിപ്പിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. ഖത്തറിലെ റഡാർ സംവിധാനങ്ങൾ 9,000 കോടി ഇന്ത്യൻ മണി വിലമതിക്കുന്നതാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇത് ബഹ്റിനിലെ പാട്രിയറ്റ് US നൽകിയ പാട്രിയറ്റ് ഇന്റർസെപ്റ്ററും തകരാറിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അബദ്ധത്തിൽ ജനവാസ മേഖലയിലേക്ക് വീണിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ 9 ദിവസമായി വലിയ കാഷ്വാലിറ്റികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 10ാം ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറാനിൽ പുതിയ പരമോന്നത നേതാവിന്റെ പേര് പ്രഖ്യാപിച്ചു. ഇത് അമേരിക്കയും ഇസ്രായേലെയും ഒരുപോലെ ചുടിപ്പിച്ചു. ഇതോടെ പുതിയ നേതാവ് സ്ഥാനമേറ്റ ഉടനെ അയത്തുള്ള ഖമേനിയുടെ മകനായിട്ടുള്ള മുജ്തബ ഖമേനി ഇസ്രായേലിനെതിരെ വിമർശനങ്ങൾ ചൊരിയാൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇറാനിയൻ മിസൈലുകൾ കൊണ്ട് ഇസ്രായേലി ആകാശം പ്രകാശിക്കുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. മുജ്തബ ഖമേനി സുപ്രീം നേതാവായതിനെ കുറിച്ചുള്ള ട്രംപിന്റെ പ്രതികരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമേനി സ്ഥാനമേറ്റതിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്ന് US പ്രസിഡന്റ് പറഞ്ഞതായി ഒരു US മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിഷയത്തിൽ പരസ്യമായ ഒരു പ്രസ്താവനയും ട്രംപ് ഒഴിവാക്കി. ഇനി നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം ബഹ്റൈനിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇവിടെ US പാട്രിയറ്റ് ഇന്റർസെപ്റ്ററിൽ, അതായത് പ്രതിരോധ സംവിധാനത്തിൽ ഒരു തകരാർ സംഭവിച്ചു. ഇറാനിയൻ മിസൈലുകൾ ലക്ഷ്യമിടുന്നതിന് പകരം അത് ബഹ്റൈനിലെ ജനവാസ മേഖലകളെ ലക്ഷ്യം വച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റിക്ക് ഇടയാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ പരമോന്നത നേതാവായ ഉടൻ തന്നെ മുജ്തബ ഖമേനി ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുമതി നൽകി. അതിനുശേഷം നിരവധി മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടു. ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.